മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. നമസ്കാരം. അങ്ങനെ ഓണക്കാലം ഇങ്ങനെ എത്തിയപ്പോ ഓണസദ്യയിലെ വിഭവങ്ങൾ നമ്മുടെ സ്റ്റാർ മാജിക് ടീം മെമ്പേഴ്സ് ഇങ്ങനെ നേരത്തെ വിളമ്പി തുടങ്ങിയിരിക്കുകയാണ്. അതായത് നമ്മുടെ സ്റ്റാർ മാജിക് ഇപ്പോൾ 1.5 മണിക്കൂറാക്കി. അതിനുശേഷം എല്ലാ ആഴ്ചയിലും സ്പെഷ്യൽ ഇവന്റുമായിട്ട് ഞങ്ങൾ എത്തുന്നുണ്ട്. സോ ഈ ആഴ്ചയിലെ ഞങ്ങളുടെ വാക്ക് സൂപ്പർ പവറുമായിട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. സോ വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് നൗ വി ആർ വാച്ചിങ് ഇ മാസ്റ്റർ പ്രസൻസ് ലെസാഗോ കോച്ചിങ് ആപ്പ് സൂപ്പർ പവർ. നമ്മുടെ സൂപ്പർ പവർ ഉണ്ടല്ലോ ബമ്പറാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ എൻറ്റയർ മെമ്പേഴ്സിനെ ടീം മെമ്പേഴ്സിനെ നമുക്ക് വെൽക്കം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ദ എൻറ്റയർ ടീം ടു സൂപ്പർ പവർ. ബോഡി ആരുടെ ഈ കുടുക്ക് കിട്ടിയ കുപ്പായം? ചേട്ടന്റെ കുടുക്കിട്ടുണ്ടോ നോക്കട്ടെ. വരൂ ചേട്ടന്റെ അസീസിന്റെ ഷർട്ടിന്റെ ബട്ടൺ. ഞാൻ പറഞ്ഞ ഓക്കെയാണ്. അതെ, ഈ കുട്ടനാട്ടിൽ നിന്നൊരു താറാവ് വന്നിട്ടുണ്ടോ ഇവിടെ? ആരാണ്? അനു. കുട്ടനാട്ടിലെ താറാവിനെ പച്ച കളർ തുടക്കമേ കൗണ്ടറാണല്ലോ. എടാ സുധി, നിന്റെ തുടക്കത്തിലെ വിഷ്വൽ കോമഡി മഹാ കേറുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കുട്ടനാട്ടിലെ താറാവ് ഇങ്ങനെയാണോ ഇരിക്കുന്നത്? പച്ച കളറാണോന്ന് പിച്ചാടെ നിങ്ങളെ കുട്ടനാട്ടിലെ താറാവ് ഇങ്ങനെ ഇരിക്കുന്നത്. ഹലോ സീബ്ര കുഞ്ഞെ, കാട്ടിൽ നിന്ന് സിംഹം ഓടിച്ചിട്ടൊരു സീബ്ര വന്നിരിക്കുന്നു ഇവിടെ. എന്തായാലും പറയടാ, എന്നെ കൂടെ പറയടാ, എന്തായാലും പറയടാ. എനിക്കൊന്നും അറിയാം. ഭീഷമാധവൻ സിനിമയല്ലേ, ചാണകത്തിൽ വീണ സലീം കുമാർ. കറക്റ്റ് അല്ലേ? ഓ സലീം കുമാർ അങ്ങോട്ട് പിടിച്ചതാ, അങ്ങോട്ട് വന്നതാ. അയ്യോ ഇത് കേട്ട് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കരുത്, ഒന്ന് വിളിച്ച് ചിന്നു. അതിലും നല്ല സീബ്ര കോമഡി അല്ലേ? അല്ല ലക്ഷ്മി, ആദ്യ ഗാനം ഏതാണ് പാടേണ്ടത്? ഗാനമേള ട്രൂപ്പിൽ ആദ്യ ഗാനം പാടുന്ന ഗായകന്മാർ നിൽക്കുന്ന അതേ നിപ്പിലാണ് നമ്മുടെ ടീം നിൽക്കുന്നത്. അല്ലല്ല, ടീമിനെ ഷൈൻ ചെയ്യാൻ വന്നിട്ടുള്ളതാണ്. ചിലരുടെ ഷൈൻ ചെയ്യാൻ പറഞ്ഞാ മതി. ചിലര് എന്ന് ഉദ്ദേശിച്ച കഴിഞ്ഞ എപ്പിസോഡില് ഒരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഐ ആം വെയിറ്റിംഗ്, ഐ മിസ് യു. എന്നിട്ട് പാട്ടൊക്കെ കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാണ്ടൊക്കെ ഒരാള് പാടിയിരുന്നല്ലോ. ഐ ആം വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് 32 വർഷമായി. ഇപ്പൊ കുറെ എപ്പിസോഡായിട്ട് പുഷ്പിച്ച് നിൽക്കുക കംപ്ലീറ്റ്. അല്ല, നമ്മുടെ കുടുംബത്തിലെ പാടാണ്ട് കോപ്പിറൈറ്റ് കൊടുക്കാൻ പറ്റൂലല്ല. ടീമേറ്റിനോട് ഇല്ലാത്ത ദിവസം എന്തൊക്കെ ഇവിടെ നടന്നെന്ന് ടീമേറ്റം വല്ലതും അറിഞ്ഞോ? വെറുതെ കുടുംബം വഴക്കുണ്ടാക്കല്ലേ. അങ്ങനെയല്ല, നിന്റെ പാട്ട് അടിച്ചു മാറ്റി ഇവിടെ ഒരാള് പാടി. അടിച്ചു മാറ്റിയത് പോട്ടെ, റിനിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. പറഞ്ഞു നിക്കത്തേ ഉള്ളു ഇവിടെ. ഇടക്കിടക്ക് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ കൊച്ചിനുള്ള സമയമൊന്നുമില്ല. അത് കയറി സംഗതി കാര്യം നടത്തി. ഞാൻ കാത്തിരിക്കുന്നു. ഇവിടെ ടീമേറ്റിന്റെ പാട്ടൊക്കെ പാടി
പാടിക്കൊണ്ടിരിക്കണേ റിനി, എന്നിട്ട് ഐ ആം വെയിറ്റിംഗ് എന്നൊക്കെ പറയണു. ഞാൻ കേട്ടിട്ടില്ല. 2 ലൈൻ പാടാൻ പറ്റുമോ? 2 ലൈൻ പാടാൻ പറഞ്ഞു, പക്ഷെ അവന്റെ ലൈൻ പൊളിഞ്ഞ ഞാൻ പറഞ്ഞില്ല. അണ്ടർഗ്രൗണ്ട് ലൈൻ വേറെ. പുള്ള പാട്. എന്താ റിനി എന്താ പറഞ്ഞേ? അതുവരെ അടിച്ചു മാറ്റി. അതാണ് ഇതിങ്ങനെ പകർന്ന് കിട്ടുന്ന ഒരു എപ്പോഴെങ്കിലും പറഞ്ഞല്ല കഴിഞ്ഞ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് റിനി പണ്ട് മുതൽ ടീമേറ്റിനെ ശ്രദ്ധിച്ചിരുന്നു. അല്ല എന്റെ ബലമാസം ടീമിന്റെ പെങ്ങളാണ്. അല്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങള് പെങ്ങളാക്കും, അത് വേറെ കാര്യം. ലക്ഷ്മി പാടണതിന് മുമ്പ് ആ കൂളിംഗ് ഗ്ലാസ് എടുക്കാൻ പറയോ? എനിക്ക് ആ കണ്ണ് കാണണം. കണ്ണ് പഴുത്തിരിക്കുകയാണ്. നിനക്ക് ആ കണ്ണ് കാണണമെന്ന് പറഞ്ഞപ്പോ അവിടെ വേറൊരാളുടെ കണ്ണ് കാണണം. ഇത്രയും പെട്ടോണ്ടായല്ലേ ഇവിടെ. ഇനി റിനി ഇവിടേക്ക് വരും. 7 കൊല്ലം പറഞ്ഞു കൗണ്ടർ. 7 കൊല്ലം. കുമ്പളങ്ങി കായലിലെ കരിമീൻ കഴിച്ചോ, കണ്ണമ്മാലി കായലിലെ കണമ്പ് വന്നു, കണ്ടക്കടവില് കനവ് കണ്ടോ. എന്റെ രാഗം. ടീമേ 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 ഒന്നിച്ചോട്. ടീമേ ടീമേ ടീമേ. കുമ്പളങ്ങി കായലിലെ കരിമീൻ കഴിച്ചോ, കണ്ണമാലി കടലിൽ കണമ്പ് വന്നു, കടവിലെ കടവ് കണ്ടോ, കുട്ടന്റെ കടയിലെ കട്ടൻ കുടിച്ചോ. ടീമേ 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 ടീമേ. അല്ല ഒരു കാര്യത്തില് നമ്മള് 150 ശ്രുതിയിലെ ആ ഇടയ്ക്ക് പിന്നെയും അവന്റെ സൗണ്ട് അങ്ങോട്ട് വന്നപ്പോ ഉണ്ടല്ലോ സംഗതിയുടെ ഇതങ്ങ് മാറി. അതെ അതെ, കാരണം ഇവര് രണ്ടുപേരും തമ്മിലുള്ള പിച്ചിങ്ങി തന്നെ. അതന്നെ, ഒരു പാട്ട് 2 ശ്രുതി. ഇവരിങ്ങനെ അങ്ങ് ജീവിച്ചോളൂ. ഇവരിങ്ങനെ ഒരു ഗാനമേള ട്രൂപ്പൊക്കെ ആയിട്ട് അങ്ങ് ജീവിച്ചോളൂ. നിങ്ങളെല്ലാരും കൂടി പറഞ്ഞു ബിരിയാണി അങ്ങോട്ട് കൊടുത്താലാ? ബിരിയാണി ഇല്ല, ബിരിയാണി ഇല്ല. ഓക്കെ, അപ്പൊ ഇതിലും ടീമേറ്റിൽ നിന്ന് വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ ഈവന്റ് കളർഫുൾ ആക്കാനായിട്ട്. അപ്പൊ ഒരു പുഷ്പനായിട്ട് വന്നിട്ടുണ്ട്. ടീമിന് ഇഷ്ടമായോ? എന്നെ എനിക്കിഷ്ടമായെന്നാ. അയ്യോ പൂവിന്റെ അത് അടിപൊളി. അത് ചിന്നു പറഞ്ഞ അടിപൊളി 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 അടിപൊളി. പുള്ളി പുഷ്പിക്കാനായിട്ട് വന്ന പുഷ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പുഷ്പമുള്ള അവൻ. ഒരുപാട് പുഷ്പങ്ങൾ ഷർട്ടിലുള്ളതുകൊണ്ടാണ് ഞാൻ പുഷ്പെന്ന് വിളിച്ചത്. ഫ്ലവേഴ്സിലേക്കല്ലേ, ഫ്ലവർ ആയിക്കോട്ടെ എന്ന് ഓർത്ത്. അതാണ് ഡെഡിക്കേഷൻ. അതെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ അസീസ, ഈ അടിമാലിയുടെ ഷർട്ട് ഇത് എന്താണ്? എനിക്ക് ഒരു പിടുത്തം കിട്ടും. അടിമാലി ഷർട്ട് എന്നറിയോ? അയ്യോ ഞാൻ പറയാം. അയ്യോ അടിമൽ ചേട്ടന്റെ ഷർട്ടിലും മൊത്തം പായൽ പിടിച്ചിരിക്കുക. നല്ല കൗണ്ടർ. നീ പിടുത്തം അടിക്കണമെങ്കിൽ വല്ല വേറെ സാധനം. പായലും പൂപ്പലും. ഇതെന്താ ഇന്നലെ ഉജാല മുക്കിട്ട് ശരിയായില്ലേ? പറഞ്ഞില്ലേ ഷർട്ട് കണ്ടിട്ട് ഒരു പിടുത്തം കിട്ടുന്നത്. പിടുത്തത്തിന് നീ വേറെ സാധനമാണല്ലോ ഉപയോഗിക്കുന്നത്. ഷർട്ടിൽ എങ്ങനെയാണ് പിടുത്തം? ഷർട്ടും അതുമായിട്ട് എന്ത് ബന്ധമുള്ളത്? എന്താണ് ഷർട്ടിനകത്ത് മദ്യം വീഴും, എന്നിട്ട് പിഴിഞ്ഞു കുടിക്കും. ഇന്ന് നമ്മള് നമ്മുടെ ഇവന്റിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ മാറ്റം വരുത്താൻ പോകും. അതായത് ഇന്ന് ഒരു ടീമിനെ ലീഡ് ചെയ്യാൻ പോകുന്നത് ഒരു ഗേൾ ആയിരിക്കും, ഒരു ടീമിനെ ലീഡ് ചെയ്യാൻ പോകുന്നത് ഒരു ബോയ് ആയിരിക്കും. ഇവരെ ഞാൻ പ്രായം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബോയ് എന്നൊക്കെ പറഞ്ഞത്. അതായത് സംഗതി മാത്രമേ ഉള്ളൂ. അതായത് ഒരു ടീമിൽ കംപ്ലീറ്റ് ചേട്ടന്മാരായിരിക്കും, അതിലൊരു പെൺകുട്ടിയായിരിക്കും, ആ ഒരു പെൺകുട്ടിയായിരിക്കും ലീഡർ ആവുക. ഓക്കെ, ആൻഡ് ഒരു ടീമില് ഫുൾ ഐറ്റം ഗേൾസ് ആയിരിക്കും, അതിലൊരു ആൺകുട്ടി ഉണ്ടായിരിക്കും, ആ ആൺകുട്ടിയായിരിക്കും ക്യാപ്റ്റൻ ആയിരിക്കും. അവിടെ കൃഷ്ണൻ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ അവിടെ ചോക്ലേറ്റിലെ പൃഥ്വിരാജ ആവണം. ശരി, അപ്പൊ തങ്കുന് ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ട് പെറ്റിക്കോട്ട് ഇട്ട് വരാനായിട്ട്. വേഗം പോയി പെറ്റിക്കോട്ട് പൃഥ്വിരാജ് അല്ലടാ, സീബ്രാരാജ്. അതെ, അങ്ങനെ ഞാൻ പെണ്ണുങ്ങളുടെ ടീമിലെ ക്യാപ്റ്റൻ ആയിരിക്കാണ്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥന വേണം. ഒരു പുലിക്കൂട്ടിലാണ് ഞാൻ വന്ന് പെടുന്നത്. ഇനി ഷിയാസിന് സ്പെഷ്യൽ ഇൻവിറ്റേഷൻ വേണം. ഇവിടെ ഏതെടുത്താലും 69 രൂപ. അങ്ങനെ ഒരു പുലിക്കൂട്ടിൽ ഒരു ഷിയാസ് കരഞ്ഞോണ്ടൊക്കെയാണ് കേട്ടോ പോണേ. ശരി, ഇനി ഞങ്ങളാവുമ്പോഴേ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സഹായിക്കാൻ പറ്റും. അനു ഇപ്പൊ ആശ്വസിപ്പിക്കുകയാണ്, പോട്ടെ ഷിയാസ്ക നമ്മളുണ്ട്. പക്ഷെ നമ്മളില്ല, അനു ഉണ്ട്. അനുദാ ഇവരുടെ നിങ്ങളുടെ വാക്യം. അപ്പൊ അനു ഈ ടീമിന്റെ ക്യാപ്റ്റൻ ആണ്, അതുപോലെ തന്നെ തങ്കു ഈ ടീമിന്റെ ക്യാപ്റ്റൻ ആണ്. ഓക്കെ, ചിലപ്പോ ഒരു വഴിത്തിരിവായിരിക്കും ഇത്, കാരണം ഇന്ന് അറിഞ്ഞ് വിളയാടാൻ പറ്റുന്ന ഒരു ദിവസം. ചോദിക്കാനും പറയുന്ന കാര്യമില്ല, ആളെ വിട്ടടിപ്പിക്കില്ല, ഞാൻ നേരിട്ട് അടിക്കുള്ളൂ. ശരി അനു നടുവിലേക്കോ? അതെ അതെ, എന്റെ നടുവിലല്ല, അവള് ചാട കയറാൻ തുടങ്ങണേ നടുവിൽ. തങ്കുനെ വേണോ, എനിക്കതാ പാടുന്നത് തന്നെ. കൂടുതൽ
കെട്ടിപ്പിടുത്തം വേണ്ട ഇവിടെ പറഞ്ഞു വിട്ടത്. വന്നാ മതി. അല്ല എന്താ ജയിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കെട്ടിപ്പിടുത്തം ഉണ്ടാവില്ല. അത് അപ്പൊ ആ സമയത്തുള്ള ആരും ഇവിടെ പറ്റില്ല. അത് ചേച്ചിന് ശേഷം പഠിപ്പിച്ചു കൊടുത്താൽ മതി. ഓക്കെ ടീമിന് അധികം വേണ്ട. ഹലോ ഹലോ അത് കെട്ടിപ്പിടിക്കുന്നത് സൂക്ഷിച്ചോടെ കേട്ടാ. പോക്കറ്റ് വല്ലതും ഒരു ഉണ്ടെങ്കിൽ കാര്യം പറഞ്ഞേക്കാം, ഇവിടെ കെട്ടിപ്പിടുത്തൊന്നും വേണ്ടട്ടോ. കണ്ടാ ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഗെയിം ആയിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് അനുവിന്റെ നേതൃത്വത്തിൽ. കാരണം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ശ്വേത ചേച്ചി പറഞ്ഞിട്ടുണ്ട്, അനുവിന്റെ ടീം തോറ്റാൽ പോലും അനു ബെസ്റ്റ് പെർഫോമർ ആണ്. പക്ഷേ അത് മറ്റുള്ള പ്ലേയേഴ്സിന്റെ മുന്നിൽ അത് മുങ്ങിപ്പോകുന്നതാണ്. അനു നന്നായിട്ട് കളിക്കുന്ന പ്ലെയറാണ്. പക്ഷെ ഇന്ന് അനു പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അനുസരിക്കും. അനുസരിച്ച് വളരെ മനോഹരമായിട്ട് ഗെയിം വിജയിച്ചിരിക്കും അല്ലേ? പിന്നെ അവിടെ എല്ലാം പോയത് ഉറപ്പാണ്, 100%. ഇന്ന് എന്റെ ഉയിര് കൊടുത്ത് ഞാൻ ജയിച്ചിരിക്കും. ശരി, ഈ രണ്ട് ടീമിനെയും റെപ്പ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ട് പേരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. കാരണം ഇവരുടെ മുകളിൽ ഒരു ഗൃഹനാഥനും കൂടെ വേണ്ടേ? കാര്യം എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ടീമിനെ റെപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല. റെപ്പ് ഞാനിവിടെ ഹലോ വിളിക്കേണ്ടവരെ ഞാൻ വിളിച്ചോളൂ കേട്ടോ. ഇന്ന് സൂപ്പർ പവറിലേക്ക് നമുക്ക് ആദ്യം ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ സ്വന്തം ഫാമിലി മെമ്പർ ആയിട്ടുള്ളതോ അവിടെ ഇരിക്കാറുള്ള നമ്മുടെ സ്വന്തം ഷാജോൺ ചേട്ടൻ. താങ്ക് യു സോ മച്ച്. കുറെ ദിവസങ്ങളായി കണ്ടിട്ട്. പറഞ്ഞോ. സാധാരണ ഗസ്റ്റുകൾ വരുമ്പോ ഷിയാസ് വന്നിട്ട് വന്നില്ല, എന്താ അതൊരു വലിയ സാധനമല്ല ഞാൻ ഇവിടെ കിടന്ന് കാണിച്ചോണ്ടിരുന്നത്, അതുകൊണ്ടായിരിക്കും വരാത്തത്. കുറെ നേരമായിട്ട് അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ ഈ പരിപാടികളൊക്കെ. കുറെ പേര് ഭയങ്കര ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഷിയാസ് മുടിയൊക്കെ വെട്ടി നല്ല മിടുക്കനായിട്ടിരിക്കുന്നു. അവൻ വെട്ടിയതല്ല, പിന്നെ അവനെ കൊണ്ട് വെട്ടിച്ചതാണ്. മനസ്സിലായി, എനിക്ക് സംഭവം മനസ്സിലായി. ഞാൻ വരുന്നതേക്കാണ്. പിന്നെ ടീം ഭയങ്കര ഡീസന്റ് ആയിട്ട് വളരെ ആരെയൊക്കെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി വളരെ ഡീസന്റ് ആയി അഭിനയിക്കുന്നു എനിക്ക് തോന്നി. ശരിയായി പോയാ ശരിയായി. പക്ഷെ നന്നായിട്ടുണ്ട് ടീം. പിന്നെ പറയാനൊരാള് അടുത്ത മാറ്റം ഭയങ്കര ചേഞ്ചാണ്. എനിക്കറിഞ്ഞൂടെ ഭയങ്കര തമാശ പറച്ചില്, കൗണ്ടർ പാട്ട് പാടുന്നു. അത് ഫിക്സ് ചെയ്താ അല്ല എനിക്ക് എന്താണ് കുറവ് ടീമേ? ഒന്ന് ശ്രദ്ധിച്ചോ, ഷാജോൻ ചേട്ടനും റീനിയും ഒരേ കളറുള്ള ഡ്രസ് ഇട്ടോണ്ടാ വന്നേക്കണേ. നീ ഒന്ന് ശ്രദ്ധിച്ചോ. കണ്ണിന് എന്തോ പറ്റി. അല്ലല്ല, പുള്ളിയുടെ കണ്ണിലെല്ലാം നീലയാ, അതുകൊണ്ടാ. നമ്മളൊരു ടീമല്ലേ? പക്ഷെ നിങ്ങളൊരു കാര്യം അറിഞ്ഞോ, ഞാൻ ഷിയാസ് ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ മുടി വെട്ടാൻ കാരണം, എന്താ ഈ മിഷൻ. ഞാനൊരു വർക്ക് എനിക്കത് റിലീവ് ചെയ്യാൻ പറ്റില്ല, റിവീൽ ചെയ്യണതിന് റിലീവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഷിയാസ് എത്ര ഏത് നൂറ്റാണ്ടിലാണ് ചെയ്യണേ. പിന്നെ മറ്റൊരു സന്തോഷ വാർത്ത ഷിയാസിനെ കുറിച്ച് തന്നെ പറയാനുള്ളത്, നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ഒപ്പം ഒരു സിനിമയിൽ ഒരു കൈയടി ഷിയാസിന് കൊടുക്കണം. ഇവിടെ മിണ്ടാത്തവർക്കാണല്ലോ ചാൻസ് കിട്ടുന്നത്. ഷിയാസിന്റെ ആഗ്രഹം തന്നെ 100 സിനിമയിൽ അഭിനയിക്കണം എന്നാണ്. അതിന്റെ യാത്രയിലാണ്, അതിന്റെ ഹാർഡ് വർക്കിലാണ്. ഓൾ ദ ബെസ്റ്റ്. 7 സിനിമയായി തങ്കച്ച എന്താ അവിടെ നിൽക്കുന്ന? അല്ല, ഞാൻ വിചാരിച്ചേ, അതായത് ഇത്തവണ തങ്കു ഈ ടീമിന്റെ ക്യാപ്റ്റൻ ആവട്ടെ, പെൺകുട്ടികളുടെ ടീമിൽ പോയി നിൽക്കട്ടെ, അവിടെ അനു ആവട്ടെ. അതാണ് ഇതുവരെ ഒരു അക്ഷരം മിണ്ടുന്നില്ല തങ്കു ഇവിടുന്നുണ്ട്. അല്ലെങ്കിൽ കുഞ്ഞപ്പനാവുക ടീമിനെ പഠിക്കുകയാണ് ടീമിന്. അപ്പൊ ഇവിടെ മുത്ത്
ഇവിടുത്തെ ക്യാപ്റ്റൻ. പക്ഷേ ഷാജോൻ ചേട്ടൻ ഏത് ടീമിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേ പോകും ഞങ്ങൾക്ക് അതറിയാം. ഇവൻ ആ ടീമിലെ കൃഷ്ണമണി വരച്ച് ഇവിടെ വെച്ചേക്ക, എന്നിട്ട് ഇവിടെ വെള്ളയിൽ വരച്ച് ചേർത്തേക്കാണ്. അവസാനം എനിക്ക് അടിവാളി കോമഡി കൊള്ളാം. ടീം സെലക്ഷൻ കൊള്ളാം. എന്തായാലും ഒരു പുതിയ പരിപാടി, അതാണ് അയ്യോ. പുതിയ പരിപാടിയാണ്. ഇനി എന്താ ചേട്ടൻ ഏത് ടീമിനോടാണ് കൂടുതൽ ചായ്വ? അത് പിന്നെ ചോദിക്കണോ? എന്താ നിങ്ങൾ അങ്ങനെ പറയാം? ഒരു കാര്യം ചെയ്യാം, ഇത്തിരി കൂടെ കോമ്പറ്റീഷൻ സ്പിരിറ്റ് വരണമെങ്കിലേ ഷാജുൻ ചേട്ടന്റെ കൂടെ ഒരാളെയും കൂടെ വിളിക്കാം, എന്നിട്ട് ഇവര് തമ്മിൽ അടി കൊടുക്കും. അതാണ് വേണ്ടത്. എനിക്ക് വയ്യ. അപ്പൊ ഏതായാലും ഷാജോൺ ചേട്ടന്റെ കൂടെ നമ്മുടെ സൂപ്പർ പവറിലേക്ക് പവർ പാക്ഡ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ശ്വേത ചേച്ചിയെ വെൽക്കം ചെയ്യാണ്. താണിറങ്ങി വന്നേ താരകങ്ങളെല്ലാം, താണിറങ്ങി വന്നേ താരകങ്ങളെല്ലാം താളമിട്ട് തന്നേ ഓമൽ പെണ്ണാളെ. താണിറങ്ങി വന്നേ താരകങ്ങളെല്ലാം താളമിട്ട് തന്നേ ഓമൽ പെണ്ണാളെ. നിന്നോടിഷ്ടം കൂടാനെത്തും ഒരു കാരണവുമില്ലാതെ ഒരു ഓണത്തുമ്പി വന്നിരിക്കുകയാണ്. ഒരു കാരണമില്ലാതെ അങ്ങനല്ല, ഓണമല്ലല്ലോ. ചേച്ചി മനോഹരമായിട്ട് ഒരു മിനിറ്റ് ഇതെന്താ തങ്കു? ഇത് ഓണത്തുമ്പി, മറ്റത് മണീനീച്ച. എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് തോന്നുന്നു തങ്കു എവിടേക്കോ വഷളായിക്കൊണ്ടിരിക്കും. കുറുമ്പൻ ചെക്കനായിന്ന് അനുക്കുട്ടി. അനുക്കുട്ടി ഞങ്ങളാ ക്യാപ്റ്റനാണ്, മനോഹരമായ ബ്രില്യന്റ് ആണ്. ചേച്ചി പണ്ട് പറഞ്ഞിട്ടില്ലേ കള്ളത്തരം കാണിക്കുക. എന്ത് ചെയ്താലും ആദ്യം കളിക്കുമ്പോ അനുവിന്റെ അത് ഒരു പോസിറ്റീവ് എനർജി സത്യമാണ്. ശ്വേത പറഞ്ഞത് വളരെ കറക്റ്റ്. തങ്കുവിന് എന്തോ പറയണ്ടേ? സാരം വേണ്ട, പെട്ടെന്ന് ഗെയിം തങ്കു, നീ ബുദ്ധിയില്ലാത്തവനാ. കാരണം എന്താണെന്നറിയാമോ, ലേഡീസിന്റെ ഓപ്പോസിറ്റ് ടീമിൽ നിന്നാലേ ഗുണമുള്ളൂ. ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വടം ഭരിക്കുമ്പോ നിങ്ങൾ വടം ഒന്ന് വിട്ടു തരണേ, എന്നാലേ ഗുണമുള്ളൂ. ചേച്ചി, ഈ ഓണത്തുമ്പിയായിട്ട് നേരത്തെ വന്ന കാര്യം വിട്ടില്ലേടേ? ഈ ഓണത്തുമ്പി വിടണില്ലേ? ഇത് നല്ല രസമുണ്ടാ, സുന്ദരിയായ ഒരു കുഴപ്പമില്ല. ഈ നമ്മളെ സുധി എന്താ അറിയോ, എപ്പോഴും കുറച്ചൊരു ഈ ടേപ്പ് ഇങ്ങനെ വലിഞ്ഞ് ഈ വോൾട്ടേജ് കുറയുമ്പോ ഇതിന്റെ മുമ്പേ എനിക്ക് വേണം എന്ന് പറഞ്ഞു. ഇത് ലാലി ആഗ്രഹിക്കാത്ത ആരാണ്? ലാലി കിട്ടിയാ നല്ലതല്ലേ? ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് ശരിയല്ലാത്തൊരു ലാലിയാണ്. നിന്റെ താലി കെട്ടിയ പെണ്ണിന്റെ അടുത്ത് നീ ഇന്ന് വരെ ലാലി എന്നിട്ട് ഒരു ലാലി പോലെ എനിക്ക് കിട്ടിയിട്ടില്ല. ഉള്ള ലാലി മൊത്തം നിനക്കുന്ന ലാലി തരും. ചേച്ചി ഒരു ലാലി കൂടെ വല്ല കൂലിപ്പണിക്കാൻ പോകും. അവിടെ പോണേ ഒറിജിനൽ ആയിട്ട് നില്ലടാ, കറക്റ്റ് ആയിട്ട് നിക്കടാ. അത് കുഴപ്പമില്ല. ഇതിപ്പോ 4 മാസമായിട്ടുള്ളൂ. ബെൽറ്റൂരല്ലേ മോണിറ്ററിൽ മുട്ടും വയറ്. ശ്വേതശി, അപ്പം ഇന്ന് അതായത് നമ്മളൊരു ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷാജു ചേട്ടൻ നൈസായിട്ട് ഒഴിഞ്ഞു, അപ്പം ശ്വേതശിയും കൂടെ വരട്ടെ എന്ന് വിചാരിച്ചു. അതിന് ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. അവര് പറയും വെറുതെ ഇങ്ങനെ ഒരു ഓണത്തുമ്പി, ഓണത്തിന് മുമ്പേ അല്ലേ? ഈ ഓണത്തുമ്പിനെ എപ്പോ വേണമെങ്കിൽ അതെ. അപ്പോ ഈ ഓണത്തുമ്പിയും അതുപോലെ തന്നെ നമ്മുടെ ഷാജുൻ ചേട്ടനും കൂടെ ചേർന്നിട്ട് ഇനിയാണ് ഇവിടെ അടി ഉണ്ടാവാൻ പോണേ. അതായത് 2 ടീമേ ഉള്ളൂ. അപ്പൊ ഓരോ ആൾക്കാരെ, അതായത് ഓരോ ടീമിനെയും ഓരോരുത്തരും റപ്പ് ചെയ്യണം. അപ്പം ഏത് ടീമിനെയാണ്? ലക്ഷ്മി പുള്ളി കുറെ നേരം കൊണ്ട് എന്തോ സംഭവം ഉണ്ടല്ലോ. എന്തോ എന്ത് തുമ്പി ചേച്ചി ഓണത്തുമ്പി, പുള്ളി കിന്നാരത്തുമ്പി. അയ്യോ, ബിനീഷ് ഭാഷൻ ചോദിച്ചേട്ടോ, കിന്നാരത്തുമ്പി എന്ന് പറഞ്ഞാൽ എന്താന്ന്? അത് കാണാൻ വേണ്ടി ടിക്കറ്റ് മുറിക്കാൻ വരെ നിന്നവനായിരുന്നു.
ആ ഇവിടെ ബിനീഷിനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഹായ് ബിനീഷ്. ടീം. ആ ഇതാണോ ഐ എം വെയിറ്റിംഗ്. ഇതാണോ ഐ എം വെയിറ്റിംഗ്. ആ ടീം. ഞാൻ കൊച്ചിക്കാരനാണ്. എന്റെ പേര് ബിനീഷ് ബാസ്റ്റിൻ എന്നാണ്. ഇഷ്ടമുള്ള ആൾക്കാർ ടീമേ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഇനി ആ ഒരു ഭാരിച്ച ഭയങ്കര റെസ്പോൺസിബിലിറ്റി നിങ്ങളിലേക്ക് തരടി ഷാജി. എന്താ സംശയം? ഞാൻ ഞാനുണ്ട് കൂടെ കേട്ടോ. ആക്ച്വലി ഇവിടെ നിൽക്കാനല്ലോ. അല്ല ഞാൻ ഇവിടെ. അത് ഞാൻ പോയി അവിടെ എത്തും. ഓക്കെ. പെൺകുട്ടികളുടെ ടീമിനെ നയിക്കാൻ പോകുന്നത് നമ്മുടെ ഷാജോൺ ചേട്ടനും, ആൺകുട്ടികളുടെ ടീമിനെ നയിക്കാൻ പോകുന്നത് നമ്മുടെ ശ്വേത ചേച്ചി. ഈ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്. എന്താ? പെൺകുട്ടികളുടെ ടീമിനെ നയിക്കണത് ഷാജോൻ ചേട്ടനും. അത് കറക്റ്റ്. ആൺകുട്ടികളുടെ എനിക്ക് അല്ല ഞാൻ പറയട്ടെ. അപ്പൊ തങ്കച്ചന അത് വെറുതെ സൈഡ് കേട്ടോ. ഞാൻ തന്നെ കേട്ടല്ല. അതെ വാഴ നനയുമ്പോ ചീര കൂടെ നനയും. അതെ 2 മിനിറ്റ് തങ്കു അങ്ങോട്ടും ഇങ്ങോട്ടും പോയാ ഷാജോനായിട്ട് പിന്നെ നീ അങ്ങോട്ടും ഇങ്ങോട്ടും മാറല്ലേ. വാഴ സ്ഥിരം നനഞ്ഞോണ്ടിരിക്കുക. ശരി. അപ്പഴേ 2 ടീമിന്റെയും കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരം ബലൂൺ ചവിട്ടിപ്പൊട്ടിച്ചിട്ടല്ല നമ്മൾ തുടങ്ങാൻ പോണേ. ഇവിടുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓരോ ടീമിനും ഓരോ പെർഫോമൻസിനുള്ള ഒരു സമയം നമ്മൾ തരാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഡാൻസോ പാട്ടോ നമ്മളെ ചിരിപ്പിക്കുക എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഒരു കുട്ടി ടാസ്ക്. സോ ആദ്യം ഏത് ടീമാ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. വീണ്ടും കേൾക്കേണ്ടി വരുമോ? അവര് ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ പറയും. അപ്പൊ നിങ്ങൾ ചെയ്തോളൂ. ഇതിനൊക്കെ ചെയ്ത് വിജയിക്കും. എന്തൊരു സാധനം പ്ലാൻ ചെയ്യണ. അല്ല ചേച്ചി, ഞാൻ ആലോചിച്ചപ്പോഴേ ലേഡീസ് ഫസ്റ്റ് എന്ന് പറയുമ്പോ ചേച്ചിയാണല്ലോ ലേഡി ക്യാപ്റ്റൻ. ശരി. അപ്പൊ നമ്മളല്ലേ നമ്മളുടെ ടീമിന്റെ പേരാണ് ടീമേ. അപ്പൊ ഇവര് പേരിട്ടെ. നമ്മളുടെ ടീമിന്റെ പേരാണ് ടീമേ. ടീമിന്റെ ആദ്യത്തെ പാർട്ടിസിപ്പന്റ് വരാൻ പോകുന്നത് ഷാഫി. ഓക്കെ. വന്നിവിടെ ഒന്ന് വരൂ ഷാഫി. ഷാഫി എന്താ ചെയ്യാൻ പോണേ? ഞങ്ങളുടെ ടീം പാട്ട്. ശരി ശരി. എന്റെ കൽവിലെ വെണ്ണിലാവും നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ. എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ. സംഘവും അവതരിപ്പിച്ച അത്തറ് കച്ചവടത്തിന്റെ പരസ്യമാണ് ഇപ്പോൾ നടന്നത്. ഇനി അടുത്ത പെർഫോമൻസ് വരാൻ പോകുന്ന നമ്മളുടെ ടീമേ വരാൻ പോകുന്ന ഒരു പാട്ടായിട്ടാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഉന്നം മറന്ന് തെന്നിപ്പറന്ന് പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളങ്ങകത്ത് ചില്ലിട്ടടച്ചതല്ലേ. വെറുതെ കോലം തുള്ളും മനസ്സേ പാവം നീയും. വഴിയിൽ ചെക്കയുണരും വാലു വിറയും പക്ഷി പറയും ഭൂമി അടിപൊടി കുലുങ്ങുമ്പോ കുറുവലം മുഴങ്ങുമ്പോ ഉന്നം മറന്ന് തെന്നിപ്പറന്ന് പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ. ഉന്നം മറന്ന തെന്നിപ്പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ. നല്ല താക്കീത് എനിക്ക് ഫീൽ ചെയ്തിട്ടോ ഈ ഒരു പാട്ടീന്ന്. ഭയങ്കര ചാലഞ്ച് ഉണ്ടായിരുന്നു. ആട്ടി ഇവിടെ തുടങ്ങാൻ പോവാന്നുള്ളത് ഉറപ്പ്. അല്ല, നിങ്ങൾ പാടി അതിര് കടന്ന് ഇങ്ങനെ ഇപ്പുറത്ത് വരുന്നു. വേറെ ഒന്നുമല്ല, ഈ സുധി ഈ പാട്ടുമായിട്ടൊരു ബന്ധമില്ലാത്ത പ്രവൃത്തി അവൻ ചെയ്തത്. ഈ പാട്ട് തന്നെ ഉന്നത്തെ കുറിച്ച് മുൻനിർത്തിക്കൊണ്ടുള്ള പാട്ടാ. അപ്പൊ മൈക്ക് പിടിച്ച് പാടുക അങ്ങനെ
നിങ്ങൾ പാടി വെച്ചില്ല, അത് കുഴപ്പമില്ല. നിങ്ങൾ പാടി പാടി ഞങ്ങൾ 5 സെന്റിൽ കയറി വരരുത്. അല്ല ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ടീം ബി. ഞങ്ങളുടെ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളതാണ്. നിങ്ങളുടെ ടീമിന്റെ പേരെന്താ? ഞങ്ങളുടെ ടീമിന്റെ അവിടുത്തെ പേര് ടീമേ ആണെങ്കിൽ ഞങ്ങളുടെ ടീമിന്റെ പേര് തങ്കേ. നമ്മുടെ അല്ല ഞങ്ങളുടെ ടീമിന്റെ അവസ്ഥയാണ് ഞങ്ങൾ ഇപ്പൊ പറയാൻ പോകുന്നത്. അതായത് ഞങ്ങളുടെ അവസ്ഥ, ഞങ്ങളുടെ മാനസികാവസ്ഥ. അവനെ മീശയില്ലാത്തോണ്ട് നമുക്ക് തങ്കയുടെ കൂടെ ഒരു സാധനം കൂടെ തങ്കമ്മേന്ന് വിളിച്ചാലോ? ശരി, ഇപ്പം എന്താണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പെർഫോമൻസ്? അപ്പൊ ഞങ്ങളെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരെയും ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഒരു യോഗ കൂടെ അവിടെ പൊട്ടിങ്ങോട്ട് വിട്. യോഗ അവിടെ ആക്കിയ ഊത്തകയറി വന്ന മീന ഞങ്ങൾ വിടുക. അതായത് ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോ ഗേൾസ് ടീമാണ് മികച്ചത്. ലൈവായിട്ട് പാടി റെക്കോർഡിംഗ് ആണ്. ഞങ്ങൾ ലൈവായിട്ട് ഡാൻസ് ചെയ്തു. അത് നമ്മളെ ലൈവായിട്ട് ഡാൻസ് ചെയ്തു. പിന്നെ ഞങ്ങൾ തന്നെ പശുവിന് കാടി കൊടുക്കുമായിരുന്നു. നിങ്ങൾ സ്വയം പാടി, പക്ഷെ ഇവരുടെ ഒരു എനാക്ട് എന്ന് പറയുമ്പോ പോയിന്റിലാണല്ലോ നമ്മൾ പോണത്. ഒരു പടിക്ക് ഒരു പടിക്ക് പുറത്ത് നിർത്തേണ്ടവരാണ്. നമ്മൾ പാട്ടിട്ട് ഇതുപോലെയൊക്കെ ചെയ്യും. ഞങ്ങൾ കട്ടൊക്കെ റാമ്പാക്കും. റംബാക്കല്ല ഞങ്ങൾ അങ്ങനെ പറയുള്ളൂ. അടിപൊളി. Up with it, girl. Rock with it, girl. Show them it, girl. With a bang bang. Bounce with it, girl. Dance with it, girl. Get with it, girl. With a bang bang. Come on, turn the radio on. It's Friday night and I won't be long. Gotta do my hair, put my makeup on. It's Friday night and I won't be long till I hit the I got money. I got you, baby. Just you, baby. ഒരു അന്ധനെ റോഡ് ക്രോസ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നടക്കുന്നത്.
You and me, jump into the floor and let me see your energy. അടുത്തതായി ഒരു മദ്യപാനിയെ ലഹരി വിമോചന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവിടുന്ന ഒരു അമ്മ. വൃദ്ധസദനത്തിലേക്ക് സ്വന്തം മാതാവിനെ സ്വന്തം പിതാവിനെ കൊണ്ടുവിടുന്ന ഒരു അമ്മ. മറ്റൊരമ്മ. More than diamond, more than gold. Make the ladies take control. You want more than diamond, more than gold. We have to get out of control. ഇതാ ദിവ്യഗർഭം ധരിച്ച ഒരു പുരുഷനുമായിട്ടുള്ള ഒരു ഭാര്യയുടെ യാത്ര. ഇതാ ദിവ്യഗർഭം ധരിച്ച ഒരു പുരുഷനുമായുള്ള ഒരു യാത്രയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഇടവേള ബാബുവും ശ്വേത മേനോനും അമ്മയുടെ മീറ്റിംഗിലേക്ക് പോവുകയാണ്. Up with it, girl. Rock with it, girl. Show them it, girl. With a bang bang. അടുത്തതായി ഒരു പട്ടിക്കുട്ടിയെ ചാക്കിൽ കയറ്റി കൊണ്ട് കളയുകയാണ്. കൂടെ ഒരു അന്തനും. ഇത്രയും വന്നിട്ട് അവർക്ക് തികയുന്നില്ല. അതുകൊണ്ട് അവര് ഒന്നുകൂടെ വന്ന് നിങ്ങളെ പരിചയപ്പെടാൻ പോവുകയാണ്. Just you and ഈ ഒരു പെർഫോമൻസിനെ പറ്റി സത്യസന്ധമായിട്ട് എനിക്ക് പറയാനുള്ളത്, നേരത്തെ നമ്മൾ ഇവരുടെ പെർഫോമൻസ് കണ്ടിരുന്നു. ഷാജൻ ചേട്ടന്റെ നിങ്ങളുടെ ടീമിന്റെ പെർഫോമൻസിനേക്കാളും ഇപ്പം മികച്ചു നിൽക്കുന്ന ഇല്ല, കൗണ്ടർ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഭയങ്കര പ്രൊഫഷണൽ രീതിയിലായിരുന്നു ഇവർ ചെയ്തത്. സിംപ്ലി സൂപ്പർ. പക്ഷെ അതിലെ ദിവ്യഗർഭം ധരിച്ച ആ ഫ്ലോട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ലീഡറിനെ പൊക്കിക്കൊണ്ടുപോകണ നന്നായിരുന്നു. അതാണ് ഓക്കെ. ഞങ്ങൾ വിജയിച്ച ഞങ്ങളുടെ ലീഡറുടെ ഷൂർ തന്നു. പിന്നെ കൊണ്ടുവന്ന് കറക്കിയിട്ട് വരാന്ന് കരുതി. ശരി, അല്ല ഇതൊന്നും കണ്ടിട്ട് ഷാജൻ ചേട്ടന് കുട്ടികൾക്കൊന്നും പറയാനില്ല. വീണ്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ മാനസികാവസ്ഥയാണ് ഞങ്ങൾക്ക് കൂടെ വീണ്ടും കാണിക്കാനുള്ളത്. അല്ല അവര് തുറന്നു പറയട്ടെ, നിങ്ങളൊന്നും മാറിയുന്നുള്ളൂ കേട്ടോ. അവരുടെ മാനസികാവസ്ഥ എന്താ നമ്മൾ അറിയണ്ടേ. അടുത്തതായി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വന്ന സംഘം കുട്ടികൾ മാനസിക അവസ്ഥ അവതരിപ്പിക്കും. ഇതിന്റെ പേര് മാനസിക വിഭ്രാന്തി. കുട്ടനാടൻ താറാവിനെ നയിച്ചുകൊണ്ട് അടിപൊളി അടിപൊളി. കുട്ടനാടൻ താറാവുമായിട്ട് തങ്കത്തൻ വിതരുന്ന കർഷകന്റെ എന്തോന്ന് പ്രണയിച്ച് കൊതി തീരാത്തവനെന്നർത്ഥം. ആര് നീ 45 വയസ്സിൽ മുന്നിട്ടാത്ത നീ എന്താടാ മന്ദാടാ ടീമെ നിന്റെ പെണ്ണിന്റെ ഈ തങ്കത്തിന്റെ കണ്ണൻ എങ്ങനെ ഇങ്ങനെ മടക്കലേക്ക് തലക്കെട്ട് അടിച്ചായിരിക്കും. താഴത്തെ ചുണ്ടയുടെ പോയി ആ വഴി പൊയ്ക്കോ. തിമിർ പ്രശ്നമുള്ള ഒരു അപ്പൂപ്പൻ മക്കളുടെ കൂടെ ചെറുമക്കളുടെ കൂടെ ഓപ്പറേഷന് വേണ്ടി പോവാൻ വേണ്ടി അത് സ്പോൺസർ ചെയ്ത പ്രൊഡ്യൂസർ കൂടെ അടുത്തോട്ട്. Up with it, girl. Rock with it, girl. Show them it, girl. With a bang bang. Bounce with it, girl. Dance with it, girl. Get with it, girl. With a bang bang. അവൻ ഇങ്ങനെ കാണിച്ചിട്ടില്ലേ തങ്കച്ചൻ അട്ടാണി കടല വെച്ച് പല്ലൊക്കെ പോയി.
വിജയ സിംപ്ലി 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 സൂപ്പർ. വിജയ വിജയ ഒരു പട്ടി ചത്ത് കിടക്കും. അമേരിക്കൻ അച്ചായന്റെ വണ്ടി കയറി ചത്തതാണ് നാണം കെടുത്താൻ വേണ്ടി. അടിപൊളി പെർഫോമൻസ്, ഒരു ഫിലിമിക് പെർഫോമൻസ് ആയിരുന്നു ചേട്ടാ. ഒരുപാട് അഭിമാനം തോന്നിട്ടോ, ഇത്രയും ജെല്ലായിട്ട് ഇത്രയും നല്ല രീതിയിൽ ഇവരുടെ കൂടെ കോംപ്ലിമെന്റ് ചെയ്ത് പെർഫോം Thank you. സൂപ്പർ സൂപ്പർ. താങ്ക് യു ഗേൾസ്, താങ്ക് യു സോ മച്ച്. അത് ജെല്ലല്ല, തങ്കച്ചന്റെ വായിന്ന് വന്ന വെള്ളം. ഇടയ്ക്കൊരു ഡയലോഗ് പറഞ്ഞായിരുന്നു, പട്ടിച്ചത്ത് കിടക്കണം, പട്ടിയത്ത് കിടക്കണല്ല. അത് പോലല്ലേ ബാക്കി പറ. പ്രണയിച്ച് കൊതി തീരാത്തവനെന്ന്. അതൊക്കെ സ്ഥിരം കേൾക്കും. പ്രണയിച്ച് പഴകിയവനല്ലേ മറ്റേ മേലെ കയറിയിട്ടില്ല. വിജയ ആ പട്ടി എണീറ്റ് നിൽക്കുന്നു വിജയ. ഓക്കെ, അപ്പൊ ഏതായാലും ഇവരുടെ രണ്ട് ടീമിന്റെ പെർഫോമൻസ് കണ്ടിട്ട് നമ്മളിങ്ങനെ ഞെട്ടിയിരിക്കുകയല്ലേ. അതായത് കട്ടയായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കാവിലെ പാട്ട് മത്സരം കൂടെ കഴിഞ്ഞാലല്ലേ വിജയികളെ നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. ഒരു ഫൈനൽ പെർഫോമൻസ് ഇപ്പൊ ഇൻഡിവിജ്വലി നോക്കുമ്പോൾ രണ്ട് ടീമും ഒരുപോലെ തന്നെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഒരുമിച്ചും കൂടെ നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാ നോക്കാം, ഒരുമിച്ച് എങ്ങനെ നിങ്ങൾ പെർഫോമൻസ് നടത്തും. ഓക്കെ, പ്ലാൻ ഉണ്ട് ഒരു. യെസ്, ഓക്കെ. അപ്പൊ ഇതിലും രണ്ട് ടീമും റെഡിയാണ്. ഇനിയാണ് ശരിക്കും കാവിലെ പാട്ട് മത്സരം അല്ലേ? അപ്പൊ ഇതിലും കാവിലെ പാട്ട് മത്സരം തുടങ്ങട്ടെ. ഏകദേശം കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്. ദാ ഇന്നത്തെ നമ്മുടെ ഈ ഒരു തുടക്കം എങ്ങനെ ഉണ്ടായിരുന്നു? ഉഗ്രനായിരുന്നു. പേയ്മെന്റ് കൂട്ടി തരണേ. കാരണം ബലൂൺ ചവിട്ടി പിടിക്കല അവിടുത്തെ കമന്റ് ചെയ്താൽ മാത്രം പോരാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടികൂടും വേണല്ലേ. തെങ്ങിന്റെ തടം കളക്കാൻ വിളിച്ചിട്ട് തേങ്ങ അങ്ങോട്ട് ഇടിച്ചു. അതുകൊണ്ട് വിൽക്കാനും പറഞ്ഞു വിട്ടു. അതാണ് അങ്ങനെ സാജൻ ചേട്ടനെ കൊണ്ട് പണിയെടുപ്പിച്ചിരിക്കുകയാണ്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു രണ്ട് ടീമിനെയും. ശരിക്കും സ്പിരിറ്റ് ഇവർ രണ്ടുപേരും വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇത്രയും കണ്ട്. ഇതുവരെ അതായത് ഇങ്ങനെ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഗസ്റ്റ് സീറ്റിൽ വരുന്ന ആളുകൾ ഇത്രയും നമ്മുടെ കൂടെ ജെല്ലായി കോപ്പറേറ്റ് ചെയ്യാറില്ല. സത്യം പറഞ്ഞ ലക്ഷ്മി, അവിടെ ഇരിക്കുമ്പോഴെല്ലാം ഇവരുടെ കൂടെ ഏതെങ്കിലും ഒക്കെ ഒരു പെർഫോമൻസ് പങ്കെടുക്കണം മനസ്സുകൊണ്ടാണ്. മാത്രമേ തോന്നാറുള്ളൂ. അല്ല, എല്ലാവരും കൂടെ ഇവിടെ എല്ലാവരും കൂടെ. അല്ല അത് മാത്രല്ല, ഷാജോൻ ഏട്ടനും ഞാനും ലൈക് നല്ല ഫ്രണ്ട്സ് ആണ്. ആ ഒരു എനർജി ഇവിടെ ഉണ്ട്. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ പെർഫോമേഴ്സ് അല്ലേ എന്തായാലും. എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ അനുപ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പറയല്ലേ, ഓരോ സാധനം പ്ലാൻ ചെയ്യും ഇനി. ഏതായാലും സൂപ്പർ പവർ നമ്മളിതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. വൺസ് അഗൈൻ വെൽക്കം ഓൾ ഓഫ് യു. ഇത് സൂപ്പർ പവർ. ഇനി ഓഫ് ടേക്ക്
ബ്രേക്കിന്റെ സമയത്ത് നമ്മുടെ ബിനീഷ് ഭായ്, അതായത് നമ്മുടെ ടീമേറ്റനും നമ്മുടെ റിനിയും കൂടെ എന്തൊക്കെയോ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്താന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയില്ലേ, പക്ഷെ ഈ സാമ്പാർ തിളയ്ക്കുക എന്നുള്ളത് അവർ രണ്ടുപേരും നമുക്ക് ഇപ്പൊ വിളിക്കാം കേട്ടോ. എന്നിട്ട് അറിയാം ഓഫ് ടേക്കിൽ ഇവർ എന്താണ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അറിയണ്ടേ? എന്നാ വിളിക്കണം പ്ലീസ്. നിങ്ങൾ എന്തായിരുന്നു ഈ ഓഫ് ടേക്ക് അല്ലെങ്കിൽ ബ്രേക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്തോണ്ടിരുന്നേ? പ്ലാൻ ചെയ്തില്ല, ഭക്ഷണം കഴിക്കാൻ പോയി. ഒന്നും നിങ്ങൾ പ്രീ പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാനേ പറ്റില്ല. അല്ല ലക്ഷ്മി സ്ഥിരം എന്റെ കൂടെ ഇരുന്ന് റിനി കഴിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ടീം വന്നപ്പോ സത്യം പറഞ്ഞ എന്റെ അടുത്തോളം വന്നില്ല. ഞാൻ നോക്കി പോയിരുന്നു, ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഇവിടെ ശരി. ഞാന് ഭക്ഷണം കഴിച്ചപ്പോ ക്യാബേജ് ഞാൻ എടുത്തില്ല. അപ്പൊ റിനി പറഞ്ഞ് ചേട്ടൻ ക്യാബേജ് എടുത്തില്ല, ചേട്ടൻ ഇതിന് എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ ഇവരുടെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അല്ല എന്ന് ഇവര് പറയുമെങ്കിൽ നമ്മൾ പറയും ഇവരുടെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിലേക്ക് ഒന്ന് എത്തി ഇങ്ങനെ നോക്കിയാലോ. കുമ്പളങ്ങി കായലിൽ കെട്ടുവെള്ളം തോരായി. പാട്ട് മാറിപ്പോയല്ലേ, ഒന്നുകൂടെ എടുക്കാം. കുമ്പളങ്ങി കായലിലെ കരിമീൻ കണ്ടോ, കനമാലി കായലിലെ കരമ്പ് വന്നോ, കണ്ട കടവിലെ കരിമ്പ് പൂത്തോ. ചേട്ടാ ഇത് കൊണ്ടുവരേട്ടാ, നമുക്ക് ഒന്നുകൂടെ എടുക്കാം ചേട്ടാ. ഇനി കയ്യിൽ പിടിച്ചോളൂ. ഇനി കറങ്ങി വരണം. കുമ്പളങ്ങി കായലിലെ കരിമീൻ കണ്ടോ, ഇനി കറങ്ങും. ചേട്ടാ ഇനി ഞാൻ ചേട്ടനെ കാണോ? അയ്യോ ഞാൻ അമ്മയ്ക്ക് ഒറ്റ മോനെ എന്നെ കറക്കി കൊല്ലല്ലേ. ഇതൊക്കെ കിട്ടുമല്ലോ. ഇനി മൊട്ട കുറ്റിയിരി. അപ്പൊ നീ എന്തിനാ എന്റെ പെണ്ണിനെ വെച്ചോണ്ട് മൊബൈലില്? അയ്യോ അത് പൊളിഞ്ഞ്. വേറെ റീൽ ചെയ്യാം. ഈ ചേട്ടാ വേണ്ട ചേട്ടാ, എല്ലാരും കാണും ചേട്ടാ. ഈ പോ ചേട്ടാ, എന്തൊരു കോമഡി ചേട്ടാ. ഇവന്റിന്റെ മൊബൈലും കൊണ്ട് എന്റെ പുറകെയായിരുന്നു കലങ്ങണ. നമ്മള് രണ്ടുപേരും കിട്ടണേടാ. വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. കേരളത്തിൽ ഇന്ന് കോവിഡ് കേസുകൾ 1335. നീ എന്തിനാ എന്റെ പെണ്ണിനെ എടുക്കണത്? ഇനി ഞാൻ എടുത്താലോ? കുമ്പളങ്ങി കായലിലെ കരിമീൻ കൈ പിടിച്ചിട്ട് കറങ്ങി വന്നിട്ട് ഞാൻ എടുക്കാം. അയ്യോ ഇങ്ങോട്ട് വാ, ഞാൻ പൊക്കിയെടുക്കാം. റെയിലിൽ നല്ല റേറ്റിംഗ് കിട്ടും. അമ്മാ എന്റെ റേഷൻ കടയത് നോക്കിയാ ഇത് എന്റെ വെയിറ്റ്. ഇതെപ്പോ പിടിച്ച് അല്ല സംഗതി ഗംഭീരായിട്ടുണ്ടല്ലേ. ജീവിതം ഉണ്ടെങ്കിൽ നമുക്കൊരു സിനിമ കാണുന്ന പോലെയാണ് തോന്നിയത്. പക്ഷെ ഇത്രയും പ്രശ്നം നടന്നിട്ട് ഒരുത്തായിരുന്നു വാർത്ത. ഇത് ആര് പിടിച്ചത്? ഇത് നിങ്ങളുടെ അല്ലേ? നിങ്ങളല്ലാന്ന് പറയാൻ പറ്റുമോ? എന്റെ മൊബൈലല്ലേ പിടിച്ചത്? നീ അറിയാതെ വിനീഷ് നിന്റെ മൊബൈലിലുള്ള പലതും ഇവിടെ കയറുന്നുണ്ട്. അതുകൊണ്ട് മറ്റുള്ള എല്ലാ വീഡിയോ ഡിലീറ്റ് ചെയ്തു പലതും. ശരി, ഇവരുടെ ചമ്മല് മാറ്റാൻ വേണ്ടിട്ടേ നേരത്തെ ഇവര് പ്രാക്ടീസ് ചെയ്ത കുറച്ച് സ്റ്റെപ്സ് ഉണ്ടല്ലോ, അത് എവിടെയെങ്കിലും ഒന്ന് ഉപയോഗിക്കണ്ടേ? അപ്പൊ അവരിപ്പൊ ഇവിടെ ഉപയോഗിച്ചോട്ടെ, ഡാൻസ് ചെയ്യട്ടെ. പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. പവിഴമല്ലി പുത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം. പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. മാനത്തെ ലോകത്ത് നിന്നാരോ മഴവില്ലിൻ പാലം കടന്നല്ലോ. മാനത്തെ ലോകത്ത് നിന്നാരോ മഴവില്ലിൻ പാലം കടന്നല്ലോ. നീലപ്പീലി കണ്ണും നീട്ടിയേതോ മോഹം തൂവർണ്ണങ്ങൾ വാരിച്ചൂടി. നീലപ്പീലി കണ്ണു
പുത്തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം പവിഴമല്ലി പുത്തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം മാനത്തെ ലോകത്ത് നിന്നാരോ മഴവില്ലിൻ പാലം കടന്നല്ലോ മാനത്തെ ലോകത്ത് നിന്നാരോ മഴവില്ലിൻ പാലം കടന്നല്ലോ നീലപ്പീലിക്കണ്ണും നീട്ടിയേതോ മോഹം തൂവർണ്ണങ്ങൾ വാരിച്ചൂടി നീലപ്പീലിക്കണ്ണും നീട്ടിയേതോ മോഹം തൂവർണ്ണങ്ങൾ വാരിച്ചൂടി പവിഴമല്ലി പുത്തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം ബിനീഷ നീ പാടുവെച്ചന്റെ ബാക്കില് എന്നാ അടി ആസീസ് അടിച്ചെന്ന് നീ അറിഞ്ഞില്ലേ അല്ല കൃത്യമായിട്ട് ആകാശത്തേക്ക് വിരൽ കൊണ്ടിട്ട് ഭൂമി സുന്ദരം ശരിയായിപ്പോയാ അതിനിടയ്ക്ക് വേറെ ഉണ്ടായിരുന്നു നല്ലൊരു ഡാൻസ് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അല്ല സാധാരണ ഒരു മനുഷ്യൻ ഇത് വെക്കുമ്പോ ഇങ്ങനെയാണോ ഇത് ഇങ്ങനെ അത് ശ്രീനിവാസൻ നടക്കണം അങ്ങനെയാണ് അല്ല ഞാൻ ഇതിൽ നിന്ന് മനസ്സിലായെന്നറിയാം ഇവൻ വളരെ മനസ്സിൽ അലിഞ്ഞുകൊണ്ടാണ് ഈ സംഭവിച്ചത് ഒന്നും അറിയുന്നില്ല. ഒന്നും അറിഞ്ഞില്ല എത്ര അടി അടിച്ചിട്ട് പോലും ശ്രദ്ധിച്ചില്ല റിനി നീ ഒരു ഭാഗ്യവതിയാണ് നിന്റെ കൂടെ ജീവിച്ചാലും ഇവൻ വേറെ ഏത് പെണ്ണു വന്നാലും അതിന് മൈൻഡ് ചെയ്യില്ല അല്ലേ അല്ലേ അല്ല എനിക്ക് എന്താണ് കുറവ് ഒരു കുറവില്ല നല്ല ജോലിയുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല ആരോഗ്യമുണ്ട് പക്ഷെ തലയ്ക്കകത്ത് മാത്രമൊന്നുമില്ല നല്ല പാട്ടുകാരനാണ് നന്നായിട്ട് നല്ല പാട്ടുകാരനാണെന്നൊക്കെ ജനങ്ങളൊക്കെ പറയണ്ട എന്നാലും ഞാൻ അംഗീകരിക്കൂല നല്ല പാട്ടുകാരനാ സൂപ്പർ സൂപ്പർ നല്ല പാട്ടുകാരനാ ടീമേ സത്യമായിട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു അടിപൊളി ടീമേ ഇങ്ങനെ സ്ഥിരമാക്കാൻ ആഗ്രഹിക്കണ്ട ആഗ്രഹിക്കണ്ടല്ലേ ശരി സൂപ്പർ I am waiting. അതെ ഹിറ്റ്ലർ സിനിമ കാണാത്ത എത്ര പേരുണ്ട് എല്ലാരും ഹിറ്റ്ലർ സിനിമ കണ്ടിട്ടുണ്ട് എന്നാ ഇവിടെ ഒരു ഹിറ്റ്ലർ ബ്രദറും കുറച്ചധികം സിസ്റ്റേഴ്സും ഉണ്ട് അപ്പൊ ആ പൊന്നാങ്ങളെയും പൊന്ന് പെങ്ങന്മാരും എങ്ങനെയാന്ന് കാണാൻ
മണിത്തുമ്പപ്പൂ കുറച്ചു നേരം കൂടി പിടിച്ചോ. ഈ മാധവൻ കുട്ടിക്കൊരു ഇരട്ടപ്പേരുണ്ടല്ലോ മക്കളെ. എന്തുവാ? ഹിറ്റ്ലർന്ന് കേട്ടില്ല. ഹിറ്റ്ലർ മാധവൻ കുട്ടി. അവനിപ്പ എവിടെയാ? ആർക്കറിയാ? ഹിറ്റ്ലർന്ന് കേൾക്കുമ്പോ അപ്പൊ എന്നാ സന്തോഷം, ഞങ്ങൾ പോവാ. നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? മനസ്സിലായി. ഇല്ല, ഞാൻ മാധവൻകുട്ടി. ഓ, ഹിറ്റ്ലർ മാധവൻകുട്ടി. അല്ല, അതെ. നിന്റെ പേരെന്താടാ? എന്റെ പേര് ഉദയഭാനു. നിന്റെയോ? ചന്ദ്രു. അപ്പൊ പരിചയപ്പെട്ടത് നമ്മുടെ ചായയും ഒരു ബോളിയൊക്കെ കഴിച്ചിട്ട് പിരിഞ്ഞാൽ അല്ല, ഇത് പറയാനല്ലല്ലോ ഞാനിവിടെ വന്നേ. എന്റെ പെങ്ങന്മാരെ പുറങ്ങടക്കന്മാരെ പിടിക്കാനല്ലേ ഞാൻ വന്നേ. അല്ല, സദാസമയം എന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിന്നെ കാണാനോടാ. അത് ചേട്ടൻ ഒരു പണിക്കും പോവാതെ വീട്ടിലിരിക്കുന്നോണ്ട് ഞങ്ങളെ കാണുന്നു തോന്നുന്ന പറഞ്ഞതിലും കാര്യമുണ്ട്. ചേട്ടൻ ഈ പെങ്ങന്മാരുടെ കൂടെ നടക്കുന്നത് അവർക്കൊരു ധൈര്യത്തിന് വേണ്ടിയാണോ? അല്ല, അവരുടെ പിറകെ നടക്കണം ഞാൻ ധൈര്യത്തിന് വേണ്ടിയിട്ടല്ല. ഞാൻ ഈ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് പൈസ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 5 പേരുടെ കൂടെ നടക്കുവാണെങ്കിൽ കടം കൊടുക്കാനുള്ളവരിങ്ങനെ വരുവാണെങ്കിലോ ഈ ശ്രദ്ധ മൊത്തം പെണ്ണുങ്ങളിലേക്ക് അങ്ങ് പോകും. ആ സമയം കൊണ്ട് എനിക്ക് ഊരി രക്ഷപ്പെടാം. അതാണ് ഞാൻ 5 പേര് കളർഫുൾ പെൺപിള്ളേരുടെ കൂടെ ഇങ്ങനെ നടക്കുന്നത്. ചേട്ടൻ ഈ 5 പെങ്ങന്മാരില് ഒരാളെങ്കിലും കെട്ടിച്ചു വിട്ടൂടെ? എടാ, പകരം നീ ഒരു പെങ്കൊച്ചിനെ എനിക്ക് കൊണ്ടു തരൂ നീ. എടാ, ഞാൻ 5 പിള്ളേരുടെ നടുക്കല്ലാതെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങൂലെന്ന് ഞങ്ങൾ ശീലമായി പോയി. പിന്നെ വേറെ സംഭവമുണ്ട്. എന്തായാലും എന്റെ പെങ്ങന്മാരിലെ മൂത്ത പെങ്ങളെ ഞാനൊരു ട്യൂഷൻ മാഷിന് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ട്യൂഷൻ മാഷിന് പറ്റിയ ഒരു കയ്യബദ്ധം. ആ സമയത്ത് ഇവളെ നൊച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്നുറക്കെ കരഞ്ഞിരുന്നെങ്കിൽ മാഷ് ഉണർന്നേനെ. അല്ല, മാഷ് ഉറങ്ങിനു. പിന്നല്ലാതെ അതല്ല പുള്ളിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അപ്പൊ അതുകൊണ്ട് ഞാൻ പുള്ളിക്ക് കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. മാധവൻ കുട്ടിച്ചേട്ടന് വിരോധമില്ലെങ്കിൽ ഞാൻ ഇവരുടെ ബോഡി ഗാർഡായിട്ട് പോയിക്കോളാം. നിന്നെ ബോഡി ഗാർഡാക്കി കഴിഞ്ഞാണല്ലോ നിന്റെ ഗാഢമായ നോട്ടം മൊത്തം എന്റെ പിള്ളേരുടെ ബോഡിയിലായി. അതുകൊണ്ട് നിന്നെ ഞാൻ ബോഡി ഗാർഡ് ആക്കില്ല. മാധവൻ കുട്ടിച്ചേട്ടൻ എന്താ കല്യാണം കഴിക്കാത്തത്? എടാ, അങ്ങനെ ഞാൻ മൂത്ത ആളല്ലേ. എനിക്ക് ചാടിക്കയറി കല്യാണം കഴിക്കുമ്പോ എന്റെ താഴെ 5 പെങ്ങന്മാരില്ലേ, ഇവരെയൊക്കെ കെട്ടിച്ചയച്ചതിന് ശേഷം മാത്രമേ എനിക്ക് പെണ്ണ് കെട്ടാൻ പറ്റൂ. അല്ല, തന്നെയല്ല, ഇവരെ കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ പുറകെ 5 പിള്ളേരില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു പ്ലാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവരെ കെട്ടിച്ച് വിടുന്ന അന്ന് ഒരു 5 പെണ്ണുങ്ങളെ ഞാൻ അങ്ങ് കെട്ടും. എന്നിട്ട് ഞാൻ ഈ 5 പെണ്ണുങ്ങളെ നടക്കണം. അടിപൊളി ഐഡിയ. എനിക്ക് അന്ന് മുതൽ ഞാൻ ഈ പെൺപിള്ളേരുടെ കൂടെ 5 പേരെ കൂടെ നടന്നു കിടന്നത് എനിക്ക് ആ പഞ്ച് കിട്ടിയില്ലെങ്കിൽ നടക്കാൻ. ഫോൺ ഹിറ്റ്ലർ മാത്രം കുട്ടിക്കാൻ തോന്നുന്നു. ആണോ? മനസ്സിൽ മമ്മൂക്കനെ പോലെ എടുക്ക്. പോലീസ് ആയിരിക്കില്ലല്ലേ? ഹലോ, നീ ആരെന്നാ? നീ ടെൻഷൻ അടിക്കണ്ട. എടാ, എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ജയിക്കാം. കാണാൻ തന്നെ എന്ത് രസാന്നറിയാമോ? പൊന്നിയോ? വേണ്ട വേണ്ട വേണ്ട. പൊന്നിക്ക് ചെറിയൊരു മണമുണ്ട്. പക്ഷെ അവനെ കഴുകിയെടുത്ത് നിങ്ങൾ അടിപൊളിയായിരിക്കും. എടാ, അതല്ല, ഇത് കൂടാതെ പുതിയ ഒരെണ്ണമുണ്ട്, വരവാ. ബസുമതി. എടാ, നീ പേടിക്കണ്ട, ഞാനല്ല പറഞ്ഞ, ഞാൻ പറ്റി തരാന്ന്. വേറെ കാര്യം,
ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ സാധാരണ കമ്മീഷന്റെ കാര്യത്തിൽ പിടിവലി കൂടാറുള്ളതാണ്. അത് നീ ഒന്ന് മറക്കരുത്. ഓക്കെ 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 ഓക്കെ. അവിടെയോ? ഞാൻ ഓർത്ത് ഇതിന്റെ ഉള്ളിൽ കയറി എങ്ങനെ എടാ ഇത് ഫിഗറും പിടിക്കണത് എല്ലാം പറഞ്ഞ എന്ത് അങ്ങനെ അങ്ങ് ഓടിച്ചാടി അങ്ങ് വരാൻ പറ്റുമോ? ഞാൻ ഹിറ്റ്ലറാണ്. നിങ്ങൾ ഹിറ്റ്ലർ ആണെങ്കിൽ ഞാൻ നെപ്പോളിയനാണ്. നീ നെപ്പോളിയനാ? നീ വെറും പൊളിയനാ. നിന്റെ ഇവിടുത്തെ സ്കിറ്റ് എല്ലാം പൊളിയാണ്. ഞാൻ സ്ഥിരം കണ്ടോണ്ട്. നിന്റെ തമാശ എടുത്ത് സംഭവം നിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് ഇപ്പൊ വരും. അയ്യോ നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തന്നെ? നീ ഇപ്പം മറ്റേ പെൺവാണി സംഭവത്തിലെ നേതാവല്ലേ? ഞങ്ങൾ ഇത്ര അടുത്ത് ഞങ്ങൾ കേട്ടോണ്ടിരിക്കുകയല്ലേ, ഞാൻ കേട്ടില്ലേ? അല്ല ഇവൻ പറഞ്ഞോ പെൺവാണിഭ സംഭവത്തിലേന്ന്. സംഭവം അല്ല, പെൺവാണിഭ കേസിലെ പ്രതിയാണ്. അതെങ്ങനെ ഞാൻ പെൺവാണിഭ കേസിലെ പ്രതിയാവും? ഞാൻ ഇന്നവനെ അങ്ങനെ നീ ഇപ്പൊ ഫോൺ ചെയ്ത് ഞാൻ കേട്ടടാ. നീ എന്താ ജയ എങ്ങനെയുണ്ട്? ജയക്ക് നല്ല ഡിമാൻഡാണ്, പൊന്നി നല്ല മണമാണ്, അത് കഴുകി എടുത്താൽ മതി. പിന്നെ എന്തോന്ന് പുതിയ ഐറ്റംസ് ഉണ്ട്, ബസുമതി. പൊളിയ. നീ ഈ സ്കിറ്റ് പൊളിക്കാൻ വേണ്ടി എനിക്കറിയാൻ പാടത്തോണ്ട് ഹിറ്റ്ലർ മാധവൻകുട്ടിക്ക് എന്താ പരിപാടി? പെൺവാണിപ്പല്ലെന്നാ അരിക്കച്ചവടം. ഇപ്പൊ പോലീസ് വരും നമ്മളെ ഗസ്റ്റ്. എന്റെ പൊന്നടാവേ, എന്റെ ഫോണിൽ കിടന്ന് ഞാൻ എന്റെ പാർട്ട്ണർ ബിസിനസ് പാർട്ട്ണറുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു. ജയ, പൊന്നി, ബസുമതി, ത്രിവേണി ഇതൊക്കെ അരിയുടെ പേരത്. ഇതെല്ലാം അരിയുടെ പേരാണ്. പിന്നെ അരിക്ക് പെണ്ണുങ്ങളുടെ പേരല്ലാതെ ഷിയാസ്, സുധി, ഷാഫി ഇന്ന് കിട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഷിയാസ്, അസീസ്. ഞാൻ ബിരിയാണിയാണ്. അവന്റെ ഒക്കെ പേര് ഷിയാസിന്റെ ഒക്കെ പേരിട്ട അരി ഒരു ദിവസോട്ട് കത്തിച്ചാലും വേവൂല. ഈ അടിമാലി അരി എങ്ങനെയായിരിക്കും? അടിമാലി അരി സ്ക്രിപ്റ്റില്ലാത്ത പറഞ്ഞ മോന്തട ഷേപ്പ്. ഒന്നാമത് വട്ടം പൊളിഞ്ഞ് ചിരിക്കാൻ അവൻ അവൻ മുളകെടുത്ത് ചുണ്ടേക്കുന്നത്. വന്നടാ വന്ന് സാമാനൊക്കെ താഴെ പോയി. ഓടിക്കോ. ഞാൻ വന്നിട്ട് നിൽക്കാതെ നിന്നോട് ആരാ ചിന്തടിക്കാൻ? അടിപൊളി പെർഫോമൻസ്. സംഗതി പൊളിച്ചതാണെങ്കിലും അടി പൊളിയായത് അല്ലേ? ഈ ഷാഫിക്കയുടെ ബെൽറ്റിന് എന്തായിരുന്നു പ്രശ്നം? ഞാനറിയില്ല. ഇവൻ ഈ പെണ്ണുങ്ങളോട് ഡാൻസ് കളിക്കണതൊക്കെ ഇവന്റെ ബെൽറ്റിൽ കിടന്നു. അല്ല ലക്ഷ്മി എന്താ പറയാ സംഗതി പൊളിഞ്ഞെങ്കിലും അടിപൊളി സംഭവം പറയാ. സ്റ്റാർ മാജിക്കിൽ ഇപ്പൊ പൊളിഞ്ഞതൊക്കെയാണ് മാർക്കറ്റിംഗ്. എന്റെ ഇന്നിയർ ഈ ബാക്കിലേക്ക് താഴ്ത്തേക്ക് പോകും. അത് കേട്ടിടുമ്പോ ഞാൻ MG സോമനോ. അതുപോലെ സുധിച്ചേട്ടനാണെങ്കിലും ഭയങ്കര ചക്കരയായിട്ട് പെർഫോം ചെയ്തല്ലേ ത്രൂ ഔട്ട്. ജഗദീഷ് നല്ല എനർജി. ലക്ഷ്മി ഞാൻ പറഞ്ഞ സുധേണ്ണ നിങ്ങൾ ഒരു കാര്യം ചെയ്യും. ഇപ്പം മമ്മൂട്ടിയായിട്ട് വന്നിട്ട് അവസാനം അടിമാലി ക്യാരക്ടർ മാറി കളിയാണ്. അതാണ് നമ്മുടെ സ്കിറ്റിന്റെ രൂപം. ഞാൻ സുധേണ്ണ ജഗദീഷ് ഇവിടെ വിട്ടിട്ട് അന്ന് നമ്മൾ സ്കിറ്റ് കളിക്കുമ്പോൾ അത് ഞാൻ ഇവിടെ സമയമുണ്ടെന്ന് സ്കിറ്റ് തീർന്നിട്ട് വിട്ടില്ല. അതെ, രണ്ടാമത്തെ കേസ് പൊളിഞ്ഞ സ്കിറ്റിന് നല്ല അഭിപ്രായം പറയുന്ന ആദ്യത്തെ ഗസ്റ്റുകളാ പറഞ്ഞു. അല്ല സത്യമായിട്ട് നിങ്ങളുടെ എനർജി നിങ്ങൾ പെർഫോം ചെയ്യില്ലേ അതൊക്കെ ഇതിപ്പോ നല്ലതാണോ പൊളിഞ്ഞ എന്നല്ല നമ്മൾ നോക്കണത്. ആ ഒരു എന്താ പറയാ പെർഫോമൻസ് പ്ലാൻ ചെയ്ത് വന്ന് പറഞ്ഞതിനെ കഴിഞ്ഞ് ചിരിച്ചത് പ്ലാൻ ചെയ്യാതെ ഇവിടെ പ്ലാൻ. ഞാനിവിടെ എത്രയൊക്കെ സ്റ്റില്ല് പറഞ്ഞേക്കണം. ഇവിടെ പ്ലാൻ ഒന്നും നടക്കൂല. പ്ലാൻ ഇല്ല. അടിമാലി അരിയെ പറ്റി എന്നാ അഭിപ്രായം ഇല്ലാത്ത പറഞ്ഞാൽ നീ അടിമേടിക്കുന്നു. ഏതായാലും ഇത്രേ ഉള്ളൂ. പൊളിഞ്ഞോ പൊളിഞ്ഞില്ലേ എന്നുള്ളതല്ല, നമ്മൾ ചിരിച്ചോ. പിന്നെ വേറെ കാര്യമുണ്ട്. ആ ഫസ്റ്റിലെ ഡാൻസ് മനോഹരമായിരുന്നു. നമ്മുടെ പിള്ളേരെല്ലാം ഗംഭീരമായിട്ട് ചെയ്തു. പക്ഷെ വേറൊരു കാര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ അനുക്കുട്ടിയുടെ ആറ്റിറ്റ്യൂഡാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതും അനുവിനെയാണ്. കാരണം ബാക്കി 5 പേരും വലത്തേക്ക് പോകുമ്പോ ഇവള് മാത്രം ഇടത്തേക്ക്, ബാക്കിയുള്ളവരെ ഇടത്ത് ചെന്നാലും ഇവള് വലത്തോട്ട് വരുള്ളൂ. പിന്നെ ആറ്റിറ്റ്യൂഡോ ഇവരൊക്കെ എന്തെങ്കിലും തെറ്റിച്ച് കളിക്കണം. അതുപോലെ ഷാഫിക്ക് അതെ ഈ ഒരു ഫ്ലോറിൽ വന്നതിന് ശേഷം ഹ്യൂമർ. അതെ നല്ല ബോഡി ലാംഗ്വേജ് ആണ് കേട്ടോ. ഷാഫിയുടെ ഹ്യൂമർ രസമായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫിഗറാ ഇഷ്ടപ്പെട്ട. ഞാന് ഈ ഫിഗറും ചെയ്തിങ്ങ് വന്നപ്പോ എന്നോട് മറ്റേ കോസ്റ്റ്യൂമിലെ ചേച്ചി പറയാ കല്യാണരാമനിലെ ദിലീപാണല്ലേ. അവിടെ നിന്ന് അങ്ങ് പൊളിയാൻ തുടങ്ങി. അതല്ല പ്രശ്നം, അത് ദിലീപേട്ടൻ കേട്ടുള്ള അവസ്ഥ അതാണ്. അവിടുന്ന് വടി കൊള്ളണം, അതാ അവിടുന്ന് വടി കൊള്ളണം, ഇവിടുന്ന് വടി കൊള്ളണം. ഇതെല്ലാം ഇത്ര ചളി പുരണ്ടിട്ടുള്ള അടുത്ത സ്കിറ്റിൽ നമുക്ക് വീണ്ടും കാണാം.